എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി തുണി എങ്ങനെയാണ് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്കിതുപോലെ ഇന്നറും ഔട്ടറും 2 ഫ്രെയിമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഔട്ടർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇന്നർ അതിനകത്ത് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ഇതിനകത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ തുണിക്കനുസരിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ തുണി കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഇന്നർ വെച്ചതിന് ശേഷം ഇവിടെയാണ് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ടർ ആദ്യം തന്നെ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഏതിലാണോ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ വിരിച്ചിടുക കേട്ടോ. അതിനുശേഷം ഇന്നർ ഫ്രെയിം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് തട്ടിയിട്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കയറുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ നല്ലപോലെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഭാഗം ഇതുപോലെ കുഴിഞ്ഞ ഭാഗത്ത് വരുന്ന രീതിയിലും, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നതെങ്കിൽ ടോപ്പിൽ നല്ല രീതിയിൽ വരുന്ന രീതിയിലും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആണോ ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ തുണിയുടെ നല്ല വശം അതിനനുസരിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.